റോഷിപാൽ, സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്, കനത്ത പ്രഹരമാണ് ഏറ്റത്. കേസെടുത്തുകൂടെ സ്വമേധയാ, അതിനെന്താണ് തടസ്സമെന്ന് കോടതി ചോദിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്? മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്? കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? നിയമോപദേശം തേടുമെന്നൊക്കെ കേട്ടിരുന്നു. അത്തരം നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ സർക്കാർ? വിനിത, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഈ നിർണായകമായ പരാമർശങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ, അത് തിരിച്ചടിയാണെന്ന് പറയാതെ വയ്യ. അതിനപ്പുറത്തേക്ക് പ്രതിസന്ധിയിലേക്ക് സർക്കാർ എത്തുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. കാരണം തെളിവുകൾ അനുസരിച്ച്, തെളിവുകൾ കയ്യിലുണ്ടായിട്ടും മൊഴികളടക്കം കയ്യിലുണ്ടായിട്ടും അതിൽ നിയമ നടപടി സ്വീകരിക്കാതെ, അതിൽ നിയമസാധുതയില്ല, പരാതി വരണമെന്ന നിലപാട് മുഖ്യമന്ത്രിയും സർക്കാരും ആവർത്തിക്കുമ്പോൾ അവിടെ ധനമന്ത്രി വ്യത്യസ്ത നിലപാടുമായി രംഗത്ത് വരുന്നു. അത് തൊട്ടു പിന്നാലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കാര്യത്തിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തുന്നു. സ്വാഭാവികമായും ഹൈക്കോടതി നിലപാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനം വരും എന്ന് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഈ അതിജീവിതമാർക്ക് പോരാട്ടം നടത്തുന്ന സിനിമാ പ്രവർത്തകർക്ക് ഒപ്പമാണ് തങ്ങളെന്ന സന്ദേശം കൃത്യമായി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത്തരമൊരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനി ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് കോടതിയിൽ സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കുമ്പോൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ വലിയ ഒരു അടിയായി മാറും, അത് തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരമൊരു കോടതിയുടെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടി കേസെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും നിലവിൽ മന്ത്രിസഭയിൽ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത രൂപപ്പെട്ട് കഴിഞ്ഞു. അത് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിലൂടെ പരസ്യമായി അത് പ്രകടമായി. ഇനി കൂടുതൽ മന്ത്രിമാർ ഈ കാര്യത്തിൽ പ്രതികരിക്കുമോ, LDF തന്നെ കൂടുതൽ നേതാക്കൾ പ്രതികരിക്കുമോ എന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് LDF സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായി തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല, പരാതി വരട്ടെ, മൊഴി നൽകിയവർ പരാതി വരട്ടെ, അപ്പോൾ കേസെടുക്കാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയതാണ്. അത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ്. ഇതിനെ WCC അടക്കം വിമർശിച്ചു, പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുന്നു, പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് വീണ്ടും രാഷ്ട്രീയ ആയുധം നൽകി വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകാനുള്ള ഒരവസ്ഥ സർക്കാരിന് എന്തായാലും സ്വീകരിക്കില്ല. അതുകൊണ്ട് ഒരുപക്ഷേ നിയമ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വിനിത, റോഷിപാൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ നയം രൂപീകരിക്കാനാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. ഇത്രയും വലിയ റിപ്പോർട്ടിൽ ഇത്ര ഗുരുതര വെളിപ്പെടുത്തലുകളുള്ള, ഇത്രയധികം ക്രൈം നടന്നെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടും നയരൂപീകരണത്തിലേക്ക് സർക്കാർ കടക്കുന്നു, അത്തരം ചർച്ചകളിലേക്ക് പോകുന്നു എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെയാണ് ഇന്നലെ പാർവതി തിരുവോത്ത് നമ്മോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വേട്ടക്കാരെയും ഇരകളെയും ഒപ്പം ഇരുത്തിയാണോ നിങ്ങൾ ഈ കോൺക്ലേവ് നടത്താൻ പോകുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചത് അക്കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത്തരം ഒരു കോൺക്ലേവ് നടത്താൻ അനുവദിക്കുകയില്ല എന്നാണ് പ്രതിപക്ഷം നിലപാടെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതു മുതൽ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി അത് മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം അത് പൂഴ്ത്തിവെച്ചതിന് സർക്കാരിനെ കുറ്റപ്പെടുത്തി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒരു വനിതാ IG വെച്ച് അന്വേഷണ സമിതിയെ രൂപീകരിച്ച് അന്വേഷണം നടത്തണം, നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയർത്തി. ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ വീണ്ടും സർക്കാരിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് പ്രതിപക്ഷ നേതാവ്. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പരാതി നൽകുന്നു, വിഷയത്തിൽ കേസെടുക്കാൻ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ തന്നെ പരാതി വരുന്നു. പരാതി കേസെടുക്കാനുള്ള പരാതിയാണ് DGPക്ക് മുൻപാകെ എത്തുന്നത്. ആ തരത്തിൽ നിയമപരമായ ഒരു നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് വരുന്നു. ആ ഘട്ടത്തിലാണ് കോൺക്ലേവിനെതിരെ രൂക്ഷമായ പ്രതികരണം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. ഒത്തുതീർപ്പിൻ്റെ വേദിയാക്കി കോൺക്ലേവിനെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്ന വിമർശനം ഉയർത്തുമ്പോൾ തന്നെ കോൺക്ലേവുമായി മുന്നോട്ട് പോയാൽ അത് തടയുമെന്ന പ്രഖ്യാപനം പ്രതിപക്ഷം ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നവംബർ ആദ്യവാരം നടക്കുന്ന കോൺക്ലേവ് അത് സംഘർഷഭരിതമാകും. 300 സിനിമാ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുള്ള കോൺക്ലേവാണ് സാംസ്കാരിക വകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവിടെ സിനിമ നയരൂപീകരണമാണ് ലക്ഷ്യം. AMMA ഉൾപ്പെടെയുള്ള മാക്ട്ര അടക്കമുള്ള ഫെഫ്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ, WCC അടക്കമുള്ള സംഘടനകൾ, അതിൻ്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കോൺക്ലേവ് 3 ദിവസം കൊച്ചിയിൽ സംഘടിപ്പിക്കുക. ഈ കോൺക്ലേവിൽ നയരൂപീകരണം നടത്തും. അതിനു മുമ്പ് സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തും, മന്ത്രി തന്നെ ചർച്ച നടത്തുമെന്നാണ് സാംസ്കാരിക വകുപ്പ്
അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരു നയരൂപീകരണം നടത്താൻ നേരെ അതിനപ്പുറത്തേക്ക് ഇതിൽ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശമില്ലെന്ന് കൃത്യമായി ഇന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺക്ലേവ് അത് കൃത്യമായി ഒരു സമാധാന അന്തരീക്ഷത്തിൽ നടക്കുമെന്ന് ഒരു വിശ്വാസവുമില്ല. അത് സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തും. WCC തന്നെ കോൺക്ലേവിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് എത്തുന്നു. കോൺക്ലേവ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധമില്ലെന്ന രീതിയിൽ പുതിയ ന്യായീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തേണ്ട സാഹചര്യം ഇതോടെ വന്നിരിക്കുകയാണ്. വിനീത, റോഷിപാൽ, മറ്റൊരു കാര്യമുള്ളത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു പരാമർശം, അതായത് WCCയുടെ നിലപാടുകൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോഴും WCCയുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെ ഗുരുതരമായ പരാമർശം അതിലുണ്ടായിരുന്നു. അതായത് സിനിമയിൽ ഈ അംഗത്തിന്റെ സ്ഥാപക അംഗത്തിന്റെ മൊഴിയെടുത്തപ്പോൾ സിനിമയിൽ യാതൊരു തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളോ അത്തരം പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മട്ടിൽ ഈ സ്ഥാപക അംഗത്തെ അത് ഞെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിനെതിരെ വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണവും നമ്മൾ കണ്ടതാണ് ചില താരങ്ങൾക്കെതിരെ. WCC ഇന്നിപ്പോൾ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ശരിയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതര കാര്യങ്ങളാണ് ചർച്ചയാകേണ്ടതും നടപടി വേണ്ടതും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും WCC വ്യക്തമാക്കുന്നു. അതിപ്പോൾ നടി മഞ്ജു വാര്യർ തന്നെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. WCC ഈ സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തുമ്പോൾ എന്താണ് WCCയുടെ നിലപാടെന്ന് കൃത്യമായും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? വിനിത, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗികമായ പകർപ്പുകൾ അത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇതിലെ ഈ പരാമർശം, ഈ WCCയുടെ സ്ഥാപക അംഗം നൽകിയ മൊഴി, അതുമായി ബന്ധപ്പെട്ട WCCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നാകെ ആക്രമണമായിരുന്നു. പ്രത്യേകിച്ച് WCC സ്ഥാപിച്ച പ്രധാനപ്പെട്ട അംഗങ്ങൾ, അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത അംഗത്തിനെതിരെ, മുതിർന്ന അംഗത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ WCC ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തന്നെ തയ്യാറായത്. അതിനെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായ പ്രതികരണത്തിന് തയ്യാറായി. ആ പ്രതികരണമാണ് മഞ്ജു വാര്യർ പങ്കുവെച്ചത്, സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ച് ഇതിൻ്റെ അനിവാര്യത, ഇത്തരമൊരു പ്രതികരണത്തിൻ്റെ അനിവാര്യതയാണ് മഞ്ജു വാര്യർ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ WCC രൂപപ്പെടുന്നത് തന്നെ നമുക്കറിയാം 2017 നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ്. അന്ന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച സ്ഥാപക അംഗങ്ങൾ, ആ കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോരാട്ടത്തിന് ഇറങ്ങിയവരാണ് സ്ഥാപക അംഗങ്ങൾ. അവരുടെ വിശ്വാസ്യത ചോർത്തുക, ആ സംഘടനയുടെ വിശ്വാസ്യത ചോർത്തുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ, ആ ഗൂഢോദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് WCC ആ പോസ്റ്റിലൂടെ, ആ സോഷ്യൽ മീഡിയയിൽ ഇറക്കിയ ആ കുറിപ്പിലൂടെ അവർ ഉദ്ദേശിച്ചതും. ഈ ഒരു നിർണായക ഘട്ടത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന, ഈ താരങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന ഈ മൊഴികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ WCC ഈ വിവരങ്ങൾ പുറത്തു വരാൻ കാരണമായ WCCയുടെ സ്ഥാപക അംഗത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ പ്രചരണങ്ങൾ, ഈ ആക്രമണങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണങ്ങൾ, അതിനെതിരെയുള്ള രൂക്ഷമായ പ്രതികരണം WCC നടത്തുന്നതിനൊപ്പം സമൂഹത്തിൻ്റെ പിന്തുണയും ഈ വിഷയത്തിൽ WCC തേടുന്നുണ്ട്. ഏതായാലും അതിനിടയിൽ ആണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്ന 2017 മുതൽ, നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്ന സിനിമാ താരമായ മഞ്ജു വാര്യർ ഈ കുറിപ്പ്, WCCയുടെ കുറിപ്പ് അത് പങ്കുവെച്ചുകൊണ്ട് അതിൽ കൃത്യമായി ഈ കുറിപ്പ് ഇറക്കാനുണ്ടായ സാഹചര്യമാണ് വിശദീകരിക്കുന്നത്, അതിൻ്റെ അനിവാര്യതയാണ് വിശദീകരിക്കുന്നത് മഞ്ജു വാര്യർ. ഏതായാലും WCCയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞു. WCC ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയാണ്. അതിനിടയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നത് WCCക്ക് വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്, അവരുടെ പോരാട്ടത്തിന് ഊർജ്ജം പകർന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ WCCക്ക് നൽകുന്ന ഈ നിസ്സീമമായ പിന്തുണ, അതൊക്കെയാണ് അവർക്ക് ആത്മവിശ്വാസം കൂടുതൽ പകരുന്നത്. ഏതായാലും അവരുടെ പോരാട്ടം അവർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കി. അതിനിടയിലാണ് ഇന്ന് WCC ഇത്തരമൊരു കുറിപ്പുമായി രംഗത്തെത്തുന്നത്. ആ കുറിപ്പ് ഇപ്പോൾ മഞ്ജു വാര്യർ അല്പസമയം മുമ്പ് പങ്കുവയ്ക്കുകയായിരുന്നു. വിനീത, ശരി, വ്യക്തമാണ് WCCയുടെയും ഒപ്പം മഞ്ജു വാര്യരുടെയും നിലപാടുകൾ ഈ പോസ്റ്റുകൾ കണ്ടാൽ.